Watch full episodes on Jio Hotstar. ഇന്ന് എന്റെ ഓഡീഷനാണ്. ഇന്ന് എന്റെ ഹാപ്പി സ്കൂളിലെ ടാലന്റ് ഷോയുടെ ഓപ്പണിംഗ് ആക്ടിന്റെ ഓഡീഷൻ കൊടുക്കാൻ പോവാണ്. ധീരു സാർ ഇപ്പോ തന്നെ വരും. ഇവിടെയോ? ഇതെന്റെ വീടാണ്, അല്ലാതെ ഓഡിറ്റോറിയം അല്ല. ഇവിടെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ഇതിന് ഇത്രയും ബഹളം വെക്കുന്നേ? മോനെ നീ പാടിക്കോ, പ്രാക്ടീസ് ചെയ്യ്. താങ്ക് യു ആന്റി. ലോകം കറങ്ങുന്ന വട്ടത്തിൽ ഞാൻ ചെയ്യുന്നു റോക്ക് ആൻഡ് റോൾ. ലോകം കറങ്ങുന്ന വട്ടത്തിൽ ഞാൻ ചെയ്യുന്നു റോക്ക് ആൻഡ് റോൾ, റോക്ക് ആൻഡ് റോൾ. Rock and roll, rock and roll, rock and roll. ഇതെന്താണിത്? ഇതെന്താ കിളിയോ? വേണ്ട. അയ്യോ, ഞാൻ ഈ പക്ഷിക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? ഞാൻ ഫുൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയല്ലോ. ധീരു സാർ വന്നല്ലോ. ഹാപ്പിക്ക് ഭൂതേരി ഇപ്പൊ തന്നെ വരണമായിരുന്നോ? ഇനി നമ്മൾ ഈ എല്ലുകളൊക്കെ എന്ത് ചെയ്യും? വാതിലാരും തുറക്കുന്നില്ലല്ലോ. ഞാൻ ജനലിലൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എടാ, വാതിലൊന്ന് തുറക്കുന്നേ. എന്തിനാടാ ഈ വടിയുടെ പുറകെ ഓടുന്ന നീ? നിങ്ങൾ ഹാപ്പിയുടെ ഓഡീഷൻ എടുക്കാൻ വന്നോ? ഇതാ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ ചായ. ഈ ചായയൊക്കെ ശരി തന്നെ മിസ്സസ് സൂറേ, പക്ഷെ ഈ തടിച്ച ശരീരം വെച്ചിട്ട് ഞാൻ എങ്ങനെയാ ജനലിലൂടെ അകത്തേക്ക് വരുന്നത്? അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ അകത്തേക്ക് ഡോറിൽ കൂടിയോ വിൻഡോ കൂടിയോ വരണ്ട. ഞാൻ എങ്ങനെ അകത്തേക്ക്? അവിടെ തന്നെ ഇരുന്നോ ഹാപ്പി. ഞാൻ പോയി ധീരു സാറിനെ അകത്തേക്ക് ഇരുത്തട്ടെ. പക്ഷെ എന്റെ ഓഡീഷൻ ഇനി എന്ത് ചെയ്യും? ആന്റി, ഹാപ്പി ആയിട്ട് നീ ആന്റി തന്നെ ഓഡീഷൻ കൊടുക്ക്. വേണ്ട വേണ്ട പിനാക്കി, വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കേ. നിനക്കത് ചെയ്യാൻ സാധിക്കും ബബ്ലി. ഈ കഥകൊന്ന് തുറക്കൂ. പിനാക്കി, കേണൽ സൂറേ, അവിടെ നിൽക്ക, ഞാൻ ദേ വരുന്നു. ആന്റി ഒന്ന് വേഗം ആവട്ടെ. എന്താ കേണൽ സാബ് ഇത്? വാതിൽക്കൽ തട്ടി തട്ടി ഇപ്പൊ തലക്കിട്ടടിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. വരൂ ധീരു സാർ. ഹാപ്പി അത് ഹാപ്പി എപ്പോഴേ റെഡി ആയിരിക്കാണ്. ഇരിക്കൂ ധീരു സാർ, എന്നിട്ട് ചായ കുടിക്കൂ. എന്നിട്ട് എന്റെ പാട്ട് കേട്ട് ആനന്ദിക്കാം, ചപ്പാത്തി പരത്തും പോലെ. കൊള്ളാമല്ലോ, സ്റ്റേജ് എല്ലാം ഉണ്ടല്ലോ, വളരെ നന്നായിരിക്കുന്നു. ശരി, എന്നാ ഓഡിഷൻ തുടങ്ങാം. ആന്റി ഹാപ്പി ആയതുവരെ ശരിയായി. ഇനി ഹാപ്പിയെ പോലെ ആന്റിക്ക് പാടാൻ കഴിയൂ. ചായയിൽ ശരിയായ രീതിയിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ ചായ പിന്നെ കുടിക്കാൻ കൊള്ളത്തില്ല. അത് ഞാൻ പിന്നെ ചായയിൽ ഒരു സ്പെഷ്യൽ സാധനം ഇട്ടിട്ടുണ്ട്, കണ്ടുപിടിക്കാമോ? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഇതിൽ ഏതാ കൂടുതൽ മോശമെന്ന്. നിന്റെ പാട്ടാണോ അതോ ഈ
മുളകിട്ട ചായയാണോ? സർ, ഞാൻ സാറിന് പോയി വെള്ളം കൊണ്ടുവരാം. പിനാക്കി സൂക്ഷിച്ച്. ഹാപ്പിയുടെ എല്ലുകൾ ഇവിടെ ഓടി നടക്കുക. ഓക്കെ ഓക്കെ. ഇതാ തിരു സർ, വെള്ളം. അയ്യോ, വെള്ളം വീണപ്പോ എല്ലാവരും സ്കെലറ്റൻ രൂപത്തിലായല്ലോ. ദിരു സർ, അത് സാറ് കണ്ടത്. അത് പിന്നെ ഞാൻ എന്ത് കാണാനാ പിന്നാക്കി? എന്റെ കണ്ണട താഴെ പോയില്ലേ? എടാ അതൊന്നും എടുത്ത് താടാ. അത് സർ, സാറിന്റെ കണ്ണട സാറിന്റെ കാലിന്റെ അടിയിൽ അമർന്ന് പൊട്ടിപ്പോയല്ലോ. ഓ, രക്ഷപ്പെട്ടു. പൊട്ടിപ്പോയോ? ഇനി ഞാൻ എങ്ങനെ കാണും? ആ പോട്ടെ, വൃത്തികെട്ട ദിവസവും വൃത്തികെട്ട ഓഡിഷനും. ഞാൻ പോവാ. അല്ല സാർ, അവിടെ ഇരിക്കൂ. അല്ലെങ്കിലും അങ്ങേക്ക് ഹാപ്പിയുടെ പാട്ട് കിട്ടാ പോരെ? കാണണ്ടല്ലോ. ഹാപ്പി എന്ന് പ്രാക്ടീസ് ചെയ്യാത്തോണ്ടാണ് പൊട്ടിയ ചെണ്ട പോലെ അവൻ പാടിയത്. ഹാപ്പി ഇപ്പൊ നന്നായി തന്നെ പാടും. ക്ഷമിക്കൂ, ഒരു 2 മിനിറ്റ്. ഇവർ ഇതെങ്ങോട്ടാ ഓടിപ്പോന്നേ? ഞാൻ ഇനി പാടണോ വേണ്ടയോ? പാട് പാട് പാട്. പാടാം ഞാൻ, പാടാം ഞാൻ. കിളിരാജാവേ, വലിയ ദേഷ്യത്തിലാണല്ലോ. അല്പ ശാന്തമായിരിക്കൂ. പിനാക്കി, ഈ എന്റെ ഓഡിഷനിൽ ആരായി കിടന്നോണ്ട് പാടുന്നത്? ഇനി എന്റെ കയ്യിൽ നിന്ന് ഓപ്പണിംഗ് പെർഫോമൻസിനുള്ള ചാൻസ് നഷ്ടമായി പോയല്ലോ. ചാൻസ് ഇനിയുണ്ട് ഹാപ്പി. ധീരു സാറിന്റെ കണ്ണാടി പൊട്ടിപ്പോയി. സാറിനെ ഒന്നും കാണാൻ സാധിക്കില്ല. ഞാൻ നിന്നെ തല താഴേക്ക് കൊണ്ടുപോകാം. നീ മടിക്കാതെ ഓഡിഷൻ കൊടുക്കൂ. ഇനി എത്ര സമയം കൂടിയുണ്ട്? പിനാക്കി, ഹാപ്പി, ഇവിടെ എന്താ നടക്കുന്നേ? ഞാൻ ലേറ്റ് ആയി പോകും. ഓഡിഷൻ കഴിഞ്ഞായിട്ട് ഞാൻ കണക്കാക്കട്ടെ. ഓഡിഷൻ ഇനിയും കഴിയാൻ ബാക്കിയുണ്ട് ധീരു സർ. ശരിയായ ശബ്ദം, ഡ്യൂപ്ലിക്കേറ്റ് മുഖം, ഒരിക്കലും പുറത്താകരുതീ രഹസ്യം. ആ കൊള്ളാം, വളരെ നല്ല സ്വരം. ഇത്രയും മധുരമായ സ്വരമാണ് ഞാൻ ഓപ്പണിംഗ് ആക്ടിന് വേണ്ടി അന്വേഷിച്ച് നടന്നത്. നല്ല സ്റ്റൈലായിട്ട്. ഓ പിനാക്കി, നീ അങ്ങനെ രക്ഷപ്പെടുത്തി. ഇനി ആരോ വന്നിരിക്കുന്നേ? ഇല്ല. വേണ്ടെന്ന് പറഞ്ഞാൽ വാതിൽ തുറക്കില്ലെന്നോ? തീർച്ചയായും തുറക്കും. മീശയെ സൂക്ഷിക്കണം. ഹാപ്പിയുടെ ശിരസ് കുനിയരുത്. അങ്ങനെ വന്നാൽ നമ്മുടെ കള്ളി വിളിച്ചെത്താവും. മിസ് മീട്ടി, ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ഓഡീഷൻ കാണാൻ വന്നേക്കാന്ന്. അതിനെന്താ, തീർച്ചയായും വരൂ വരൂ. ഏ ഗപ്പു, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നമുക്ക് ഈ അവസരം മുതലെടുക്കണം. ഈ ധൃതിയിൽ നമ്മളൊരു കാര്യം മറന്നുപോയി. ഹാപ്പിയുടെ പൂപ്പിയായ എല്ലുകൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയാൽ ഹാപ്പി പഴയതുപോലെ ആകില്ലേ? നീ പേടിക്കണ്ട പിനാക്കി, അല്ലെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്യാൻ ഞാൻ എക്സ്പേർട്ട് ആണ്. ആണോ? എന്നാ പോയി നിന്റെ കഴിവ് തെളിയിക്കൂ. അയ്യോ, പ്ലേറ്റിൽ കിടക്കുന്ന എല്ല് വൃത്തിയാക്കുന്നതും ഈ പറന്ന് കിടക്കുന്ന എല്ല് വൃത്തിയാക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അയ്യോ, രസിക്കണേ. എന്താണ് ഈ ബഹളം? അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കിച്ചണിൽ നിന്ന് നേരെ മിസ്സിസ് സൂര്യ ചെയ്യുന്നതാണ്. ഓ, ഓഡീഷന് വേണ്ടിയാണോ? ഓഡീഷൻ റെസ്യൂം ചെയ്താലോ? വരൂ ഹാപ്പി. ഹാൻഡി വെറുതെ പാടുന്ന പോലെ ആക്ട് ചെയ്താൽ മതി. മുകളിൽ നിന്ന് ഹാപ്പി പാടിക്കോളും. ഞങ്ങൾ ഒരു ജീവൻ, 2 സ്വരങ്ങളും ഒരു ചെവിയും. എനിക്ക് ചൂടുള്ള 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 പൊറോട്ട ആരെങ്കിലും തരൂ. ഹാപ്പിയുടെ ശബ്ദം സറൗണ്ട് സൗണ്ട് പോലെയൊക്കെ ഡോൾബി. ഞങ്ങൾ ഒരു ജീവൻ, 2 സ്വരങ്ങളും ഒരു ചെവിയും. ഒരു പൊറോട്ട എനിക്ക് ചപ്പാത്തി തരൂ. പരത്തും പോലെ. ഒരു പൊറോട്ട എനിക്ക് തരൂ. ഹാപ്പിയുടെ ഓഡിഷൻ എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. ഞങ്ങൾ ഒരു ജീവൻ, 2 സ്വരങ്ങളും ഒരു ചെവിയും. എനിക്ക് ചൂടുള്ള 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 പൊറോട്ട എനിക്ക് തരൂ. ഇപ്പൊ ഉറപ്പായും പണി പാടുമെന്നാ തോന്നുന്നത്. ഈ ഗപ്പു എന്തായിരിക്കും കിച്ചണിൽ ചെയ്യുന്നത്? എവിടെയാണ്
നന്നായി തന്നെ പാട്ട് പാടും ഹാപ്പിയോ ഹാപ്പിയോ ഹാപ്പിയോ. ആ വാ വാ ഹാപ്പി. ഇനി നീ കേട്ടോ, ഫാമിലി ടാലന്റ് ഷോക്കാ ഓപ്പണിംഗ്. നിന്റെ പാട്ട് കൊണ്ട് തുടങ്ങും, ഉറപ്പ്. ഹാപ്പിയുടെ പാട്ട് കൊണ്ട് തന്നെ തുടങ്ങണം. ശരി, ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. സുരീസ് അവിടെയല്ല, ഇവിടെയാണ്. ഞാനിവരെ പുറത്താക്കിയിട്ട് യാത്രയാക്കിയിട്ട് വരാം. അടുത്ത തവണയും വരണേ. ഓക്കെ, ബൈ സുരീസ്. ബൈ ബൈ മാഡം ആൻസർ. രക്ഷപ്പെട്ടു. Watch India's largest kids library only on Jio Hotstar. Download the app now.